വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് എല്ലാ വർഷവും ഒക്ടോബർ മാസത്തില് ലോകാരോഗ്യ ഉച്ചകോടി നടക്കൂത്രേ. ഏത് മാസത്തിലാണ്? ഒക്ടോബർ മാസത്തിലാണ് നടക്കുക. അത് എല്ലാ വർഷത്തിലും നടക്കും. എന്താ നടക്കുന്നത്? ലോക ആരോഗ്യ ഉച്ചകോടി ട്ടോ. അതിന്റെ പേര് ഇതാണ്, ലോക ആരോഗ്യ ഉച്ചകോടി. അപ്പൊ ഈ വർഷത്തെ ലോക ആരോഗ്യ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എവിടെയാണെന്ന് അറിയാമോ? ബെർലിൻ. എവിടെയാണ്? ജർമ്മനിയിലെ ബെർലിനിലാണ്. അപ്പോ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ നടക്കുന്നതാണ് ലോക ആരോഗ്യ ഉച്ചകോടി. അപ്പോ ആ ഉച്ചകോടി അരങ്ങേറുന്ന നഗരമാണ് ഏത്? ബെർലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് 2023 ഒരു ലേലം നടന്നു. ആ ലേലത്തില് ഓപ്ഷൻ സെയില് 139.4 ലക്ഷം രൂപ, 139.4 ലക്ഷം രൂപയ്ക്ക്, 4 ലക്ഷം ഡോളറിന്, 4 ലക്ഷം രൂപയല്ല, 4 ലക്ഷം ഡോളറിന് വിറ്റുപോയ ഒരു ചിത്രമുണ്ട്. ആ ഡോളറിന് വിറ്റുപോയ ഒരു ചിത്രമുണ്ട്. വിമൻ വിത്ത് എ വാച്ച്. എന്താണ് ആ ചിത്രം? വിമൻ വിത്ത് എ വാച്ച്. വിമൻ വിത്ത് എ വാച്ച്. വിമൻ വിത്ത് എ വാച്ച് അല്ലെങ്കിൽ എന്താണ്? രണ്ട് പേരുണ്ട്, വിമൻ വിത്ത് എ വാച്ച് അല്ലെങ്കിൽ ഫെമ്മ എ ലാ മോൺട്രെ. എന്താണ് ഫെമ്മ? ശ്രദ്ധിച്ചു വായിക്കുക. ഫെമ്മ എ, ഫെമ്മ എ ലാ മോൺട്രെ. ഫെമ്മ എ ലാ മോൺട്രെ ട്ടോ. അപ്പൊ ഇത് ഈ ചിത്രം ആരുടെ ചിത്രമാണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരുടെ ചിത്രമാണ്? പ്ലാബോ പിക്കാസോ. അപ്പൊ പ്ലാബോ പിക്കാസോയിന്റെ, ആരുടെ? പ്ലാബോ പിക്കാസോയിന്റെ ഫെമ്മ എ ലാ മോൺട്രെ, ഫെമ്മ എ ലാ മോൺട്രെ അല്ലെങ്കിൽ വിമൺ വിത്ത് എ വാച്ച് എന്ന ചിത്രം 13.9, 139.4 ലക്ഷം ഡോളറിനാ വിറ്റുപോയെ. അപ്പൊ ലേല വിൽപ്പന നടന്നു. 139.4 ലക്ഷം ഡോളറിന് ഒരു ചിത്രം വിറ്റുപോയി. വിമൻ വിത്ത് എ വാച്ച് അല്ലെങ്കിൽ ഫെമ്മ എ ലാ മോൺട്രെ എന്ന ചിത്രത്തിന്റെ രചയിതാവ് ആരാണ്? പ്ലാബോ പിക്കാസോ. പ്ലാബോ പിക്കാസോ. അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഓരോ എന്താ പറയുന്നത്, എന്താ പറയാ, ബഹുമതികൾ നേടുന്നത് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കാറുള്ള കാര്യമാണ് അല്ലെങ്കിൽ ചോദിക്കാറുള്ളതാണ്. അങ്ങനെ അന്താരാഷ്ട്ര ക്രിക്കറ്റില് 50 സെഞ്ചുറികൾ, എന്താണ് 50 സെഞ്ചുറികൾ, 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യ കളിക്കാരൻ ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റില് 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന ബഹുമതി നേടിയത് വിരാട് കോഹ്ലിയാണ്. ആരാണ്? വിരാട് കോഹ്ലി. അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റില് 50 സെഞ്ചുറി നേടുന്ന ആദ്യ കളിക്കാരൻ വിരാട് കോഹ്ലി. 139.4 ലക്ഷം ഡോളറിന് ലേലം വിറ്റുപോയ ചിത്രമാണ് വിമൺ വിത്ത് എ വാച്ച്, ഫെമ്മ എ ലാ മോൺട്രെ. അല്ലെ, അത് ആരുടെ ചിത്രമാണ്? പ്ലാബോ പിക്കാസോന്റെയാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ ലോകാരോഗ്യ ഉച്ചകോടി നടക്കും. എവിടെയാ നടക്കണേ? ബെർലിനിലാണ്. എവിടെയാ നടക്കണേ? ബെർലിനിലാണ്. ഇനി അടുത്ത ചോദ്യം, ബഹിരാകാശത്ത്, അതായത് ബഹിരാകാശത്ത് പോയിട്ട് ബഹിരാകാശത്ത് ശാസ്ത്രജ്ഞന്മാര് എന്താ ചെയ്തേന്നാ പറയണത്? അതായത് ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വികസിപ്പിച്ചെടുത്തു. ബഹിരാകാശത്ത് എന്ത് വികസിപ്പിച്ചെടുത്തു? എലിയുടെ ഭ്രൂണം വികസിപ്പിച്ചെടുത്തു. അങ്ങനെ ബഹിരാകാശത്ത് പോയിട്ട് എലിയുടെ ഭ്രൂണം വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് ചോദിച്ചാൽ ജപ്പാനിലെയാണ്. ഇപ്പൊ എന്താ പഠിക്കണ്ടേ? ബഹിരാകാശത്ത് വിജയകരമായി എലിയുടെ ഭ്രൂണം ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ആരാണ്? ബഹിരാകാശത്ത് വിജയകരമായി എലിയുടെ ഭ്രൂണം ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ആരാണ്? ജപ്പാൻകാരാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ലോക്സഭ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾ. ലോക്സഭയും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലൊക്കെ ആരുണ്ടായിരുന്നു? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഉണ്ടായിരുന്നു.
ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ആ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഉണ്ടായിരുന്ന ആ ഒരു പരിപാടി ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ അവസാനിപ്പിച്ചു. ഏതാണ് ഭരണഘടനാ ഭേദഗതി? 104 ഭരണഘടനാ ഭേദഗതി. ഇപ്പൊ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ നാമനിർദ്ദേശം ചെയ്യുന്നത് അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി 104 ഭരണഘടനാ ഭേദഗതി. ബഹിരാകാശത്ത് വിജയകരമായി എലിയുടെ ഭ്രൂണം വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ്? ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ കളിക്കാരനാണ് വിരാട് കോഹ്ലി. 139.4 ലക്ഷം ഡോളറിന് ലേലം ചെയ്ത ചിത്രമാണ് ഏതാണ്? 2023 ആ ലേലം നടന്നത്. 139.4 ലക്ഷം ഡോളറിനാണ് അത് വിറ്റുപോയത്. ഫെമ്മ എ ലാ മോൺട്രെ എന്ന ചിത്രം, വിമൺ വിത്ത് വാച്ച്. ധാരടിയാണ് പ്ലാബോ പിക്കാസോ. ഇനി അടുത്ത എന്താ പറഞ്ഞേ? എല്ലാ വർഷവും ഒക്ടോബറിൽ ലോകാരോഗ്യ ഉച്ചകോടി നടക്കുന്നത് ബെർലിനിലാണ്. എവിടെയാണ്? ബെർലിനിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിജയകരമായി പരീക്ഷിച്ച പ്രളയ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പ്രളയ് എന്താണ് എന്നാണ് ചോദ്യം. പ്രളയ് ഇന്ത്യയുടെ മിസൈലാണ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പ്രളയ് എന്താണ്? ഇന്ത്യയുടെ മിസൈലാണ് എന്ന് ഓർത്തു വെക്കാം. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കേണ്ടായി. അതെവിടെ? ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിച്ചത്. ഇന്ത്യക്ക് പുറത്ത് അങ്ങനെ ഒരു അംബേദ്കർ വലിയ പ്രതിമ സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അനാച്ഛാദനം ചെയ്തത് എവിടെ എന്ന് ചോദിച്ചാൽ അമേരിക്കയാണെന്ന് പറയണം. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഇനി അടുത്തത് ഉൾനാടൻ ജലാശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഉൾനാടൻ ജലാശയ നൗക വഞ്ചിട്ട ഉൾനാടൻ ജലാശയ നൗകകൾ പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാല ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ക്ലിയർ ആയോ? കൊച്ചിൻ ഷിപ്പ്യാർഡ് അപ്പൊ എന്താ ചെയ്തതെന്നാ പറഞ്ഞേ? ഉൾനാടൻ ജലാശയ നൗകകൾക്ക് പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പുറത്തിറക്കി. ആര്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. എന്താണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആരുമായി ചേർന്ന്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത R21 മാട്രിക്സ് എം. R21 അഥവാ മാട്രിക്സ് എം ഏത് രോഗത്തിനെതിരായ വാക്സിനാണ്? ഏതിനെതിരായ വാക്സിനാണ്? മലേറിയ. ഏതിനെതിരായതാണ്? മലേറിയ. അപ്പോൾ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത R21 മാട്രിക്സ് എം എന്നത് ഏത് രോഗത്തിനെതിരായ വാക്സിനാണ്? മലേറിയയ്ക്ക് എതിരായ വാക്സിനാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. നമ്മൾ ഇതിനു മുമ്പ് ഗ്രീൻ ഹൈഡ്രജൻ മിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ കൊണ്ടുവരികയാണ്. ആ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ലക്ഷ്യം 2030 പാരമ്പര്യേതര ഊർജ മേഖലയിൽ എത്രത്തോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. 125 ഗിഗാവാട്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഹൈഡ്രജൻ മിഷന്റെ ലക്ഷ്യം 2030 പാരമ്പര്യേതര ഊർജ മേഖലയിൽ 125 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത R21 മാട്രിക്സ് എം ഏത് രോഗത്തിനെതിരായ വാക്സിനാണ്? മലേറിയ.
ഉൾനാടൻ ജലാശയ നൗകകൾ പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പ്രളയ് എന്താണ്? ഒരു മിസൈലാണ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പ്രളയ് എന്താണ്? ഒരു മിസൈലാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ ഹരിത നൗക, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഹരിത നൗക എന്ന് പറയുന്ന ദൗത്യം അല്ലെങ്കിൽ ആ പരിപാടി എന്തിനുള്ളതാണ്? ഉൾനാടൻ യാത്രാ നൗകകൾ ഹരിതോർജത്തിലേക്ക് മാറ്റാൻ. എന്താണ് ഹരിത നൗക? ഉൾനാടൻ യാത്രാ നൗകകൾ, ഉൾനാടൻ യാത്രാ നൗകകൾ എങ്ങനെ ഹരിതോർജത്തിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു സംരംഭമാണ് ഏതാന്ന് പറയുന്നത്? ഹരിത നൗക എന്ന് പറയുന്നത്. അടുത്തത്, ലോകാരോഗ്യ സംഘടനയുടെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വയോജന സൗഹൃദ നഗരങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും ഗ്ലോബൽ നെറ്റ്വർക്കിൽ അംഗമായ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരം എന്താണ്? വയോജന സൗഹൃദ നഗരം. വയോജന സൗഹൃദ നഗരങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും, വയോജന സൗഹൃദ നഗരങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും ഗ്ലോബൽ നെറ്റ്വർക്കിൽ അംഗമായി. ഗ്ലോബൽ നെറ്റ്വർക്കിൽ ആര് അംഗമായി? കൊച്ചി അംഗമായി. ഗ്ലോബൽ നെറ്റ്വർക്കിൽ അംഗമായതാരാണ്? കൊച്ചിയാണ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും ഗ്ലോബൽ നെറ്റ്വർക്കിൽ അംഗമായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി. അടുത്തത്, ഗർഭഛിദ്രത്തിനുള്ള അവകാശം. ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശമായി, ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായി പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ്? ഫ്രാൻസ്. ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായി പ്രഖ്യാപിച്ചതാരാണ്? ഫ്രാൻസ് ആണ്. സ്വന്തം രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത 2024 പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിലക്കുണ്ടായിരുന്നത്, പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിലക്കുണ്ടായിരുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ്? റഷ്യക്കും ബെലാറസിനുമാണ്. എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞ? സ്വന്തം രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിലക്കുണ്ടായിരുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലെ കായിക താരങ്ങൾക്കായിരുന്നു? റഷ്യയിലെയും ബെലാറസിലെയും കായിക താരങ്ങൾക്കായിരുന്നു. അടുത്തത്, നെറ്റ് സീറോ ബാങ്കിങ് അലയൻസ്. എന്താണ്? നെറ്റ് സീറോ ബാങ്കിങ് അലയൻസ് സംഘടിപ്പിച്ചത് ഏത് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ്? UNEP. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന. ഇപ്പൊ നെറ്റ് സീറോ ബാങ്കിങ് അലയൻസ് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ സംഘടിപ്പിച്ചത് ഏത് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ്? UNEP, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ നേതൃത്വത്തിൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുക്കാൻ വിലക്കുണ്ടായിരുന്നത് ബെലാറസിലെയും റഷ്യയിലെയും കായിക താരങ്ങൾക്ക്. ഗർഭചിത്രത്തിനുള്ള അവകാശത്തെ ഭരണഘടനാപരമായ അവകാശമായി പ്രഖ്യാപിച്ചത് ഫ്രാൻസ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും ഗ്ലോബൽ നെറ്റ്വർക്കിൽ അംഗമായ ഇന്ത്യൻ നഗരമാണ് കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ ഹരിത നൗക എന്തിനു വേണ്ടിയിട്ടാണ്? ഉൾനാടൻ യാത്രാ നൗകകൾ ഹരിതോർജത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം എന്താണെങ്കിൽ, 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ, 2025 പ്രവാസി ഭാരതീയ ദിവസ് 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയായത് ഏതാണ്? ഭുവനേശ്വർ ആണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയായത് എവിടെയാണ്? ഭുവനേശ്വർ ആണ്. ഏത് സംസ്ഥാനത്താണ് വാവ് തരാട് എന്ന
പുതിയ ജില്ല നിലവിൽ വന്നത്? ഏത് സംസ്ഥാനത്താണ് വാവ് തരാട് എന്ന പുതിയ ജില്ല നിലവിൽ വന്നത്? ഗുജറാത്തിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. വേഗത്തിലുള്ള നിരീക്ഷണ ബോട്ടുകളായ അമൂല്യ, അക്ഷയ, രണ്ട് നിരീക്ഷണ ബോട്ടുകളുടെ പേരാണ് അമൂല്യ, അക്ഷയ. രണ്ട് നിരീക്ഷണ ബോട്ടുകളാണ് അമൂല്യ, അക്ഷയ എന്നിവ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാല ഏതാണ്? ഏത് കപ്പൽ നിർമ്മാണശാലയാണ് അക്ഷയ, അമൂല്യ തുടങ്ങിയ നിരീക്ഷണ ബോട്ടുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പുറത്തിറക്കിയത്? ഏതറിയോ? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ആരാണ്? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ വേഗത്തിലുള്ള നിരീക്ഷണ ബോട്ടുകളായ രണ്ട് നിരീക്ഷണ ബോട്ടുകളുടെ പേരാ പറയണേ, അമൂല്യയും അക്ഷയയും. ആ രണ്ട് നിരീക്ഷണ ബോട്ടുകള് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാലയുടെ പേര് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നാണ്. അടുത്തത് പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ടല്ലോ. ഈ പൊതുമേഖലാ ബാങ്കുകളുടെ ആസ്തികളുണ്ട്. പൊതുമേഖലാ ബാങ്കുകൾക്ക് എന്തുണ്ട്? അവയുടേതായിട്ടുള്ള സ്വന്തം അസറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ആസ്തികളുണ്ട്. ആ ആസ്തികള് എന്ത് ചെയ്യാണ്? ഈ ലേലം വഴി വാങ്ങാനും വിൽക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഒരു ലേല പോർട്ടൽ കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ലേല പോർട്ടലിന്റെ പേരാണ് ബാങ്ക് നെറ്റ്. കേന്ദ്ര സർക്കാരിന്റെ ലേല പോർട്ടലാണ് ബാങ്ക് നെറ്റ്. അപ്പൊ പൊതുമേഖലാ ബാങ്കുകളുടെ ആസ്തികൾ ഈ ലേലം വഴി വാങ്ങാനും വിൽക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ച ഈ ലേല പോർട്ടലിന്റെ പേരാണ് ബാങ്ക് നെറ്റ്. അടുത്തത് മൂന്ന് ഡിവിഷനുകളും അതുപോലെ തന്നെ 9 ജില്ലകളും 2024 ഒഴിവാക്കിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? രാജസ്ഥാനിൽ നിന്നാണ്. 3 ഡിവിഷനുകളും 9 ജില്ലകളും 2024 ഡിസംബറിൽ ഒഴിവാക്കിയത് രാജസ്ഥാനിൽ നിന്നാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ ആസ്തികൾ ഈ ലേലം വഴി വാങ്ങാനും വിൽക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ച ഈ ലേല പോർട്ടലാണ് ബാങ്ക് നെറ്റ്. അമൂല്യ, അക്ഷയ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണ ബോട്ടുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പുറത്തിറക്കിയ കപ്പൽ നിർമ്മാണശാല ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. വാവ് തരാട് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ പുതിയ ജില്ലയാണ്? ഗുജറാത്തിലെ പുതിയ ജില്ലയാണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയായ നഗരം ഏതാണ്? ഭുവനേശ്വർ ആണ്. അപ്പൊ ഇത്രയാണ് 20 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഭംഗിയായിട്ട് എല്ലാവരും ക്ലാസ് കേട്ടും എഴുതിയെടുത്തും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.